പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇസ്രായേലിന്റെ പിന്തുണയോടുകൂടിയാണ് സിറിയയിൽ അസദിന്റെ ഭരണകൂടത്തെ സിറിയൻ വിമതർ HTS അട്ടിമറിച്ചത് എന്ന് വസ്തുതകൾ നിരത്തി ലോകമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതിനുശേഷം ഇസ്രായേലിലെ നടപടികൾ എന്ന് പറയുന്നത് സിറിയ എന്ന് പറയുന്ന പരമാധികാര രാജ്യത്തിന്റെ ചിഹ്ന ഭിന്നമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ 1967 സിറിയയുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്ത ഗോലൻ കുന്നുകളുടെ അവശേഷിച്ച ഭാഗവും ഇസ്രായേൽ ഈ അവസരം മുതലാക്കി സിറിയയുടെ ഭാഗത്തു നിന്ന് പിടിച്ചെടുക്കുകയും അവിടെ ഇസ്രായേലി ജൂതന്മാരെ കുടിയേറ്റുകയും ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം പരസ്യമായി തന്നെയായിരുന്നു. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പരസ്യമായ ആഹ്വാനത്തെ തുടർന്നായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ അധിനിവേശങ്ങളൊക്കെ സംഭവിച്ചത്. തുടർന്ന് ഈ അവസരം മുതലാക്കി സിറിയ എന്ന രാജ്യത്തിൻ്റെ പരമാധികാരം ഇല്ലാതാക്കുക, ആ രാജ്യത്തെ ഛിന്നഭിന്നമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ ഇസ്രായേൽ വ്യാപകമായ വ്യോമാക്രമണങ്ങൾ സിറിയയ്ക്ക് നേരെ അഴിച്ചുവിട്ടിട്ടുണ്ട്. ഏകദേശം ഈ സിറിയയുടെ 90% സൈനിക ശേഷി ഈ അവസരം മുതലാക്കി ഇസ്രായേൽ ഇല്ലാതാക്കിയതൊക്കെയായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും സിറിയയുടെ വ്യോമത്താവളങ്ങൾ, അവരുടെ വിമാനത്താവളങ്ങൾ വരെ, ഡമാസ്കസിലെ ഉൾപ്പെടുന്ന വിമാനത്താവളങ്ങൾ വരെ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ ഛിന്നഭിന്നമായതായി റിപ്പോർട്ടുണ്ട്. 90% സിറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൈനിക ശേഷിയും ഇനി ഒരിക്കലും എഴുന്നേറ്റു നിൽക്കാൻ തക്കവണ്ണം ശക്തിയില്ലാത്തവണ്ണം പ്രഹരിച്ചു ഇസ്രായേൽ നാമാവശേഷമാക്കിയതായാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലിൻ്റെ ഭീഷണിയായിരുന്ന സിറിയയുടെ രാസ ആയുധങ്ങൾ, അവ സൂക്ഷിച്ചു വച്ചിരുന്ന താവളങ്ങളൊക്കെ നശിപ്പിച്ചതായ റിപ്പോർട്ടുണ്ട്. പ്രത്യേകിച്ചും പർവ്വതങ്ങൾ തുരന്ന് അതിൻ്റെ അടിയിൽ സ്ഥാപിച്ചിരുന്ന സിറിയയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളും അതിൻ്റെ ഉള്ള സാമഗ്രികളും വരെ ഇസ്രായേൽ നശിപ്പിച്ചതായി തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സുരക്ഷയെ മുൻനിർത്തി സിറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സർവനാശം ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇസ്രായേലിനെ വിശ്വസിച്ച് സിറിയയുടെ ഭരണം അട്ടിമറിച്ച് HTS അത് കൂടുതൽ ധർമ്മസങ്കടത്തിലാക്കുന്ന, തങ്ങളുടെ രാജ്യത്തെ ഒറ്റിക്കൊടുത്ത സ്ഥിതിവിശേഷത്തിലേക്ക് കടന്നു പോകുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് HTSൻ്റെ തലവൻ പറഞ്ഞത്, ഇസ്രായേൽ ഇനി സിറിയ ആക്രമിക്കുന്നതിന് യാതൊരുവിധ ന്യായീകരണവുമില്ല എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നത്. ഇസ്രായേലിൻ്റെ പിന്തുണയോടുകൂടി സിറിയയുടെ ഭരണത്തെ അട്ടിമറിച്ച HTSൻ്റെ നേതാവ് ജിലാനിയാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ HTS ഒരുപക്ഷെ റഷ്യയുടെ സഹായം തേടിയേക്കാം എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. തേടി എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അത് എത്രത്തോളം സ്ഥായിയാണ്, എത്രത്തോളം സ്ഥിരീകരിക്കപ്പെട്ടു എന്ന രീതിയിൽ തെളിവ് ലഭിക്കുന്നില്ല. പക്ഷേ സിറിയയുടെ നിലനിൽപ്പിന് വേണ്ടി പുതിയ സിറിയയിലെ ഭരണം പിടിക്കുന്ന വിമതർ, ജിലാനി ഉൾപ്പെടുന്ന അബു അഹമ്മദ് ജിലാനി ഉൾപ്പെടുന്ന വിമത സംഘം റഷ്യയുടെ സഹായം തേടി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പ്രത്യേകിച്ചും 60,000-ൽ പരം റഷ്യൻ സൈനികർ ഇപ്പോഴും സിറിയയിൽ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രാധാന്യം. സിറിയയുടെ നിലനിൽപ്പിന് വേണ്ടി ഇത്തരമൊരു അഭ്യർത്ഥന ജിലാനിക്ക് നടത്തുവാൻ പ്രേരണയായത് എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നാവികസേനയുടെ കപ്പലുകൾ എവിടെയുണ്ട് റഷ്യയുടേതായിട്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് റഷ്യക്കെതിരെ ഒരു പ്രതിരോധത്തിൻ്റെ, ഇസ്രായേലിനെതിരെ ഒരു പ്രതിരോധത്തിൻ്റെ ചെറുനിൽപ്പ് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുവാനുള്ള സാധ്യതകളും തള്ളിക്കളയുവാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ചും ഇസ്രായേൽ വ്യാപകമായി ആക്രമണം നടത്തുമ്പോഴും റഷ്യയുടേതായ യാതൊരു പ്രദേശങ്ങളും ആക്രമിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇറാൻ്റെ ശക്തി കേന്ദ്രങ്ങൾ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ പോലും ആക്രമണം നടന്നപ്പോൾ റഷ്യയുടെ പട്ടാള കേന്ദ്രങ്ങളിലോ അവിടെ വ്യോമ കേന്ദ്രങ്ങളിലോ ഒന്നും ഇത്തരം ആക്രമണങ്ങൾ നടന്നിട്ടില്ല എന്നത് തന്നെ ഇസ്രായേൽ റഷ്യ ഭയക്കുന്നുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. അതുകൊണ്ട് തന്നെയാണ് പുതിയ വിമത സഖ്യം ഇസ്രായേലിനെതിരെ റഷ്യയുടെ പിന്തുണ തേടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. സിറിയയുടെ നെടുകെ പിളർന്ന് സിറിയയിൽ നിന്നുള്ള എല്ലാ ഭീഷണികളും ഇല്ലാതാക്കിയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ സിറിയൻ വിമതരും അതുപോലെ റഷ്യയും തമ്മിലൊരു ഏകീകരണത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും കൂടുതൽ വിശ്വാസയോഗ്യമായ സുഹൃത്ത് അമേരിക്കയേക്കാൾ റഷ്യ എന്ന രീതിയിൽ ആ പ്രദേശത്തെ രാജ്യങ്ങൾ ചിന്തിച്ചു തുടങ്ങിയതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ബ്രിക്സിൽ അംഗമാകുവാൻ, റഷ്യയുടെ സാന്നിധ്യത്തിലുണ്ടായ ബ്രിക്സിൽ അംഗമാകുവാൻ ആ പ്രദേശത്തെ കൂടുതൽ രാജ്യങ്ങൾ സന്നദ്ധമായി വരുന്നതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും തുർക്കി കൂടി ബ്രിക്സിൽ അംഗമാകുന്നതിന് ശ്രമങ്ങൾ തുടങ്ങിയിട്ടുള്ളതായി, നാറ്റോ സഖ്യത്തിൽ അംഗമായിരിക്കുന്ന തുർക്കി കൂടി
റഷ്യയ്ക്കൊപ്പം നിൽക്കുവാനുള്ള വഴികൾ തേടുന്നതായ റിപ്പോർട്ടുകൾ വരുമ്പോൾ തന്നെ ഇത് മേഖലയിൽ കൂടുതൽ സമവാക്യങ്ങൾ മാറ്റുന്നതിന്, അമേരിക്കയ്ക്ക് അനുകൂലമായ സമവാക്യങ്ങളിൽ നിന്ന് ആ പ്രദേശത്തെ രാജ്യങ്ങൾ റഷ്യൻ അനുകൂല സമവാക്യത്തിലേക്ക് മാറുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി നിലനിൽക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ തന്നെ 480 പരം ആക്രമണങ്ങളാണ് ഇസ്രായേൽ സിറിയയ്ക്ക് നേരെ നടത്തിയത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ദമാസ്കസ് ലക്ഷ്യമാക്കി ഇസ്രായേലിൻ്റെ സൈന്യം, കരസേന നീങ്ങുന്നതായി തന്നെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ അവസരത്തിലാണ് ഇങ്ങനെ ഒരു നീക്കങ്ങൾ അന്താരാഷ്ട്ര തലങ്ങളിൽ നടക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ തന്നെ ബെലാറസ്, നോർത്ത് കൊറിയ തുടങ്ങിയ റഷ്യൻ അനുകൂല രാജ്യങ്ങളുടെ നയതന്ത്രജ്ഞന്മാരെ റഷ്യ സിറിയയിൽ നിന്ന് മാറ്റിയതായിട്ടുള്ള റിപ്പോർട്ടുകളും, സിറിയയുടെ ഒരു നയതന്ത്ര വിമാനത്തിൽ അവിടെ നിന്ന് മാറ്റിയതായിട്ടുള്ള റിപ്പോർട്ടുകളും, സിറിയയിൽ നിന്ന് മാറ്റിയതായിട്ടുള്ള റിപ്പോർട്ടുകളും ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുമ്പോൾ സിറിയ സംഘർഷഭരിതമാകുന്ന ഒരു ചുറ്റുപാടിലേക്കായിട്ടാണ് നീങ്ങുന്നത് എന്ന രീതിയിലൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പ്രത്യേകിച്ചും ജുലാനിയുടെ ആദ്യ സമ്മേളനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആദ്യ വാർത്താ സമ്മേളനങ്ങളൊക്കെ വന്നിരുന്നത് ഇസ്രായേലുമായിട്ട് ഒരു യുദ്ധത്തിന് തയ്യാറല്ല. കാരണം സിറിയയുടെ ഭിന്നമായ അവസ്ഥ മാറ്റുകയും സിറിയയെ ഒരു പുതിയ രൂപീകരണം അല്ലെങ്കിൽ സിറിയയിലെ ഒരു ഏകീകരണത്തിലേക്ക് നയിക്കുകയും രാഷ്ട്രീയ അസ്ഥിരത മാറ്റി, നിരന്തരമായ യുദ്ധങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ സിറിയയുടെ രാഷ്ട്രീയ അസ്ഥിരത മാറ്റി സിറിയയെ ഒരു പുത്തൻ സിറിയയായി നയിക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന് ജിലാനി പറഞ്ഞിരുന്നുവെങ്കിലും തുടരെയുള്ള ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിനെ പ്രതിരോധിക്കുവാൻ പ്രലോഭിക്കുന്നുണ്ടാവാം. കാരണം ഇങ്ങനെ ഈ ആക്രമണങ്ങൾ തുടർന്നാൽ സിറിയ എന്ന് പറയുന്ന രാജ്യം ഒന്നുമില്ലാതെ വെറും മരുഭൂമിയായി തീർന്നു പോകും. അതുകൊണ്ട് തന്നെ റഷ്യയെ ഒപ്പം നിർത്തിയ ഒരു പ്രതിരോധത്തിന് ജിലാനി മുതിരുമോ എന്നുള്ള ചോദ്യങ്ങളാണ് അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്നൊക്കെ ഉയരുന്നത് എന്ന ഒരു വാർത്തയും കൂടിയുണ്ട്. പ്രത്യേകിച്ചും ആദ്യ സമയങ്ങളിലൊക്കെ ജിലാനിയുടെ ഇസ്രായേൽ അനുകൂല അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡുകളിൽ മാറ്റം വരുന്നതായി മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ ഒരു ശ്രമഫലമായിട്ടായിരുന്നു സിറിയയിൽ അട്ടിമറി നടത്തിയത്. കാരണം ഇറാൻ നേരത്തെ ഒരു ആക്രമണത്തിന് ഇസ്രായേലിനെതിരെ കോപ്പുകൂട്ടുന്നു. അത് ഒരുപക്ഷെ അത് കരസേന വഴിയുള്ള ആക്രമണമായിരിക്കുമെന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇറാൻ കരസേനയ്ക്ക് മുന്നിൽ ഒരിക്കലും ഇസ്രായേലിനെ പിടിച്ചു നിൽക്കുവാൻ പറ്റില്ല. കാരണം അത്രത്തിൽ ശക്തമായ കരസേനാ വിഭാഗമാണ് ഇറാൻ്റേത്. ഡയറക്റ്റായിട്ടുള്ളൊരു ഭയത്തിൽ ഒരിക്കലും ഇസ്രായേൽ ജയിക്കുവാൻ സാധ്യതയില്ലായിരുന്നു. അങ്ങനെ ഒരു കരയാക്രമണം ഉണ്ടാകുകയാണെങ്കിൽ അത് ഇറാൻ്റെ സൈനികർ സിറിയയിലെത്തി അതുവഴിയായിരിക്കും ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് അവിടെ അസദ് എന്ന് പറയുന്ന ഇറാൻ അനുകൂല ഭരണകൂടം ഉണ്ടായിരിക്കണമായിരുന്നു. പക്ഷേ അതില്ലാതായിരിക്കുന്നു. അത് ഇസ്രായേൽ അങ്ങനെ ഒരു യുദ്ധഭയം ഉണ്ടായ സമയത്ത് തന്നെ സിറിയയിലെ വിമതരെ വെച്ചു ആ ചാൻസ് അല്ലെങ്കിൽ ഇറാൻ്റെ അതുവഴിയുള്ള സിറിയ വഴിയിലുള്ള ആക്രമണം ഇല്ലാതാക്കി അതിനുള്ള സോഴ്സ് അടച്ചു എന്ന് തന്നെയാണ് ലോകമാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. മൊസാദിൻ്റെ ശക്തമായ ചാരശൃംഖല ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അവരുടെ യുദ്ധവിജയങ്ങൾക്ക് നേട്ടമുണ്ടാക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് വിലയിരുത്തുന്നത്. പക്ഷേ ഇറാൻ്റെ നിർച്ഛയദാഷ്ട്യവും അതുപോലെ അവരുടെ ആയുധശേഷിയും ഒട്ടും വില കുറച്ച് കാണുവാനും കഴിയില്ല. ലോകം യുദ്ധ ഭീതിയിൽ തന്നെയാണ് എന്നത് തന്നെയാണ് റിപ്പോർട്ട്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അമേരിക്കയിലെ ചില ഡ്രോണുകൾ ചില മാധ്യമങ്ങളൊക്കെ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അമേരിക്കയിലും ബ്രിട്ടനിലും ശബ്ദമില്ലാത്ത ചൂടില്ലാത്ത ചില ഡ്രോണുകൾ പറന്നു നടന്നുവെന്നും അതിൻ്റെ ഉറവിടം ഇറാൻ്റെ ചില യുദ്ധവാഹിനി കപ്പലുകളാണെന്നും തരത്തിലുള്ള വാർത്തകൾ പറഞ്ഞിരുന്നു. അതും അമേരിക്ക അതിൽ വളരെ ക്ഷുഭിതരാണ്, ഇറാന് നേരെ ചിലപ്പോൾ ആക്രമിച്ചേക്കാം എന്നൊക്കെയുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സംഗതികൾ കൂടുതൽ രൂക്ഷമാവുകയാണ് എന്ന് തന്നെയാണ് സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. യുദ്ധരഹിതമായ ഒരു നല്ല സമൂഹത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇടവാങ്ങുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.